കെജ ഇപ്പൊ ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കെജ. എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയ തുറന്ന ഫുള്ള് കെജയുടെ പാട്ടാ. ആരുടെ സ്റ്റോറി നോക്കിയാലും കെജയുടെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുമല്ല ഇൻസ്റ്റഗ്രാമിൽ ആരും നമ്മൾ മെൻഷൻ ചെയ്താലും അത് ആഡ് സ്റ്റോറി അടിക്കാറുണ്ടല്ലേ? അത് ഞാൻ ചെയ്യും. ഞാൻ കാണുന്നതൊക്കെ എടുത്തിട്ട് ആഡ് സ്റ്റോറി അടിക്കും. നമ്മളെ പാട്ട് നമ്മളെ അടുത്ത് വന്നിട്ട് മെൻഷൻ അടിക്കുമ്പോൾ പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടവരല്ലേ. കെജയിലൊരു ഭാഗം കെജയിൽ ഇപ്പം ഭയങ്കര എല്ലാവരും റീലൊക്കെ ഇടുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഒളന്ന് ചിരിക്കുമ്പോ നൂറിന്റെ ചുവപ്പ് വടക്കിട്ട് പോവും വല്യാക്കാന്റെ കരള് കൽവിന്റെ ഉള്ളില് തേനിന്റെ ഗസല് ഉമ്മാന്റെ കുട്ടിന്റെ പൊലിവ് മുന്തിട്ട് നോക്കട ഐസുന്റെ പവറ് ചായ്പിത്തേക്കിന് ചന്ദന കമറ് വൈകുന്നേരം പോയിലെത്യാക്കാന്റെ നറവ് കെവിന്റെ പീഡിന്റെ പവറ് ഞാനോ അതവിലാണ് സോന എന്നും സിദുറത്താണ് തോന വന്നാൽ ബർബറാന്ന് താന തന്നാൽ കലപിലാന്ന് വേണ്ട ഞാനോ. പിന്നെ ഡ്രോപ്പാണ് വരുന്നത്, പിന്നെ മ്യൂസിക് ആണ് വരുന്നത്. ഈ വൈകുന്നേരം പോയിലെത്യാക്കാന്റെ നറവ് കെവിന്റെ പീഡിന്റെ പവർ എന്ന് പറയണത് ഞങ്ങളുടെ നാട്ടിലൊരു KV ടീ സ്റ്റാൾ ഉണ്ട്. ഇവിടെ ഈ കെജ എന്ന് പറയണത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, കെജ എന്ന് പറയുന്നത് ഒരു ഈ പഴംപൊരി ഈ പരിപ്പട എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു നമ്മൾ വൈകുന്നേരം ചായക്ക് കൂട്ടുന്ന ഒരു കടിയാണ്, മനസ്സിലായോ? സ്നാക്കാണ്, ഒരു ഡെലിക്കസി. അപ്പം ഇത് നമ്മളെന്താ പറയല്, ഈ പഴനിറവ് എന്ന് പറയില്ലേ, പഴം നിറച്ചത്, അതാണ് ആക്ച്വലി ഈ സാധനം. പഴം നീളത്തിലരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ മറ്റേ തേങ്ങ കെട്ടുങ്ങാണ്ട് മാവിലൊക്കെ മുക്കിയെടുത്തിട്ട് പൊരിച്ചൊരു സാധനം, അതാണ് കെജ. അപ്പം ഈ കെജ എന്ന് പേര് പറയാൻ കാരണം ഈ താനൂർ ആ ടൈറ്റിൽ തന്നെ അങ്ങനെയാണ്, ദ ഫേമസ് താനൂർ കെജ. അതായത് നമ്മുടെ നാട്ടില് എൻ്റെ തൊട്ട നാടാ താനൂര്. അപ്പം അവിടെ ഭയങ്കര ഫേമസ് ആണ് പണ്ട് മുതലേ ഈ കെജ, താനൂർ കെജ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അപ്പം അങ്ങനെയാണ് കെജ. കുറെ ആൾക്കാർക്ക് അറിയില്ല ഈ കെജ എന്താണ്, കെജ എന്താണ്. ഈ ട്രാക്ക് വന്ന സമയത്ത് ഒരു യുണീക്ക് നെയിം അല്ലേ കെജ, ആരും കേട്ടിട്ടില്ല. നമ്മളെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അപ്പം കുറെ ആൾക്കാർ എന്താണ് ഈ കെജ, എന്താണ് ഈ കെജ എന്ന് ആർക്കും അറിയില്ല. അപ്പം കുറേ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഈ കെജ എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതാണ് സാധനം, അതായത് പഴം നിറച്ചതാണ് കെജ. അപ്പം അത് നമ്മളെ നാട്ടിൽ നിറവ് എന്ന് പറയും, അതായത് പഴം നിറച്ച നിറവ്. അപ്പം ഈ എൻ്റെ നാട്ടിലൊക്കെ ഞാൻ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ പന്ത് കളിക്കാൻ പോണതിന് മുമ്പ് ഈ കെജ കഴിക്കാൻ പോകും. അപ്പം നമ്മളവിടെ ഒരു ടീ സ്റ്റാൾ ഉണ്ട്, ഏത് ഒരു KV ടീ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഈ ലത്തിയാക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ലത്തീഫ് ഇക്ക, മൂപ്പരെ ലത്തിയാക്ക എന്ന് പറയല്. മൂപ്പരെ ഉണ്ടാക്കണ കെജ ഉണ്ട്. ഇതൊക്കെ തിന്നാണ്ട് നമ്മുടെ നാട്ടിൽ നിറവ് എന്നല്ല പറയില്ല. അപ്പം മൂപ്പരെ നിറവ് നമ്മൾ കഴിച്ചിട്ട് പന്തൊക്കെ കളിക്കാൻ പോകും. അപ്പം അതിനെക്കുറിച്ച് ഞാൻ അതിലിങ്ങനെ പറയുന്നത്, വെറുതെ എഴുതിയൊന്നുമല്ല. അത് പുള്ളിക്കാരൻ നമ്മുടെ നാട്ടിലുള്ളൊരു ലത്തീഫ് എന്ന് പറഞ്ഞിട്ടൊരു ലത്തിയാക്ക. അത് KV ടീ സ്റ്റാൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളൊരു ചായക്കടാണ്, അവിടാണ് ഇത് കിട്ടല്. പിന്നെ താനൂര് പോയിട്ട് കെജ ഒന്ന് തുറക്കുക എന്നൊക്കെ പറയുന്നത്, കെജ അത്രയും കെജ ഒന്ന് തുറക്കാന്ന് പറയുന്നത് ഒരു ട്രഷർ പോലെ ഞാൻ എഴുതിയതാണ്. അത്രയും ഭയങ്കര ഒരു സാധനം എന്നുള്ളത്. ആക്ച്വലി നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മളെ നാട്ടിൽ വരാണ്ടെങ്കിൽ, താനൂരൊക്കെ വരാണ്ടെന്നുണ്ടെങ്കിൽ കെജ തിന്നിട്ട് പോവാം.